വോട്ടുകൊള്ള ആരോപണത്തിൽ കോൺഗ്രസിന്റെ മഹാറാലിയിൽ ബിജെപിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ ബിജെപിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. ക്രമക്കേട് നടത്താതെ ഒരു തെരഞ്ഞെടുപ്പിലും ബിജെപി വിജയിക്കില്ല എന്ന് പ്രിയങ്ക ഗാന്ധിയും പ്രതികരിച്ചു. പതിനായിരങ്ങളെ അണിനിരത്തിയാണ് വോട്ട് ചോരിക്കെതിരായി ഡൽഹിയിൽ കോൺഗ്രസ് റാലി നടത്തിയത്. വോട്ട് ചോരി ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, ബിജെപിയുടെ അല്ലെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. സമയമെടുത്താലും രാജ്യത്ത് സത്യം ജയിക്കും. അതിനുവേണ്ടി ഗാന്ധിജി കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ച് വിജയം നേടുമെന്നും രാഹുൽ പറഞ്ഞു. ജ്ഞാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സാന്ധു, विवेक जोशी, ये जो सत्य और असत्य की लड़ाई हो रही है, इलेक्शन कमीशन बीजेपी के सरकार के साथ मिलकर काम कर रहा है. आप हिंदुस्तान के इलेक्शन कमिश्नर हो, आप नरेंद्र मोदी के इलेक्शन कमिश्नर नहीं हो. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ താഴെയിറക്കുമെന്നും രാഹുൽ വെല്ലുവിളിച്ചു. ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ പേര് നിയമവിരുദ്ധമായി ചേർത്തതും യു.പിയിലെ ബിജെപി നേതാവിന് ഒരേ സമയം 2 സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളതും രാഹുൽ ഓർമ്മിപ്പിച്ചു. വോട്ട് ചോരി മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു കോൺഗ്രസ് എം.പി പ്രിയങ്ക ഗാന്ധി പ്രസംഗം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കിടെ 10,000 രൂപ നൽകുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതെല്ലാം വോട്ട് കൊള്ള അല്ലെന്നാണോ പറയുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. एक सही चुनाव लड़ लें, बैलेट पे लड़ लें, तो ये खुद जानते हैं कि कभी नहीं जीत पाएंगे. 140 കോടി ജനങ്ങളെ രക്ഷിക്കാനാണ് രാംലീല മൈതാനത്ത് ഒത്തുകൂടിയതെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. രാംലീല മൈതാനിയിൽ കോൺഗ്രസിന്റെ വോട്ടുചോരി മെഗാ റാലിയിൽ 10,000-ങ്ങളാണ് അണിനിരുന്നത്. വോട്ട് കള്ളൻ പദവി ഒഴിയണമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രവർത്തകർ മൈതാനത്തെത്തിയത്. റാലിക്ക് ശേഷം വോട്ടുകൊള്ളിൽ പ്രതിഷേധിച്ച് 5 കോടി ജനങ്ങൾ ഒപ്പിട്ട നിവേദനം രാഷ്ട്രപതിക്ക് കൈമാറുമെന്നും നേതാക്കൾ അറിയിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.